ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ വെടിക്കെട്ട് ആചാരം അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം നിരന്തരമായിട്ട് കേരളത്തിൽ നിന്ന് പരിസ്ഥിതിവാദികളൊക്കെ ഉയർത്താറുണ്ട്. അതിന് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. കാരണം ഇപ്പം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് 17ഓളം വരുന്ന മരണങ്ങളിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരം. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഇന്ത്യയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ വെടിക്കെട്ട് നിർമ്മാതാക്കൾ. അതിൻ്റെ 90% വരുന്നത് ശിവകാശിയിൽ നിന്നാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? കേവലം കച്ചവടത്തിന് വേണ്ടി മാത്രം മനുഷ്യരെ കൊല്ലുന്ന, അല്ലെങ്കിൽ പ്രകൃതിയെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ, പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വെടിക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരാവശ്യമായിട്ട് വരണ്ടേ? അതായത് ആനകൾ കേരളത്തിലെ മിക്ക ഉത്സവങ്ങളിലും വന്നിട്ട് കുഴപ്പമുണ്ടാക്കാറുണ്ട്. അവർ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആനകളെ നിരോധിക്കണം, ആനകളെ ഇറക്കുന്നത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ആനകളെ നിരോധിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആനകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതേപോലെയാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത്. വെടിക്കെട്ട് ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വർഷങ്ങളായി പാരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അത് ഓരോ ഉത്സവത്തിനെയും മാറ്റുകൂട്ടുന്ന ഒരു പ്രക്രിയയാണ്. ആ മാറ്റുകൂട്ടുന്ന പ്രക്രിയയിൽ പലപ്പോഴും അട്ടിമറികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാവാറ്. എല്ലാത്തിനും അപകടമുണ്ട്. ഒരു ബസ് ഓടിക്കുന്നതിനും അപകടമില്ലേ? ഒരു ബസ് ഓടിക്കുന്ന ഒരാൾക്ക് ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുന്നില്ലേ? അതേപോലെ തന്നെ ഏറ്റവും അതീവ സുരക്ഷയുള്ള ഒരു കാര്യമാണിത്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അമ്പലത്തിനും അതേപോലെ അമ്പലങ്ങൾക്കൊക്കെ നമ്മൾ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കാലം മുതൽ അതിൻ്റെ ഏറ്റവും മനോഹരിത എന്ന് പറയുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, അവിടെ കുടമാറ്റത്തിലുള്ള വർണ്ണത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. 2, തിരുവമ്പാടിയും അതേപോലെ വാർമേക്കാവും തമ്മിലുള്ള മത്സരമാണ് ഒന്ന് ഏറ്റവും പ്രധാനം. പിന്നെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്തത്തോടു കൂടി നടക്കുന്നത്, മേളം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വെടിക്കെട്ട്. പുലർക്കാലത്തുള്ള വെടിക്കെട്ട് എല്ലാ കാലത്തും കാണാൻ വേണ്ടിയിട്ട് അവിടെ ലക്ഷങ്ങൾ എത്തിപ്പെടും. ആ വെടിക്കെട്ടില്ല എങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭംഗി 50% നഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പം വെടിക്കെട്ടല്ല പ്രശ്നം. വെടിക്കെട്ട് കൊണ്ട് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നുള്ളത് സത്യമാണ്. ഇവിടെ വെടിക്കെട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ഉണ്ടായ വലിയ അപകടങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഇതിലും വലിയ ഭീകരമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായില്ല. തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഫയർ സർവീസിനെ കൃത്യമായി അവിടെ ആ പ്രദേശത്ത് ഈ സംഭവം, അതായത് ഈ പടക്കങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് അവിടെ ചുറ്റും സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് VD സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് ചെന്ന് ആ പ്രദേശങ്ങൾ സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളെല്ലാം സന്ദർശിച്ചപ്പോൾ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വെടിക്കെട്ട് പടക്കം നിർമ്മിക്കുന്ന സ്ഥലത്ത്, അവിടെ സ്ഫോടനം സൃഷ്ടിക്കുന്ന ഭീകരമായ സംഭവങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് സുരക്ഷാ സന്നാഹം തീരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും നമുക്കറിയാം, പുറ്റിങ്കൽ 2018 പുറ്റിങ്കൽ ദുരന്തം ഒരുപാട് ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതും ഒരു അട്ടിമറിയായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല അതിനെ. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു സ്പാർക്ക് മതിയല്ലോ, ഇത് ഒരു തിരി മതിയല്ലോ, ഒരു തീയുടെ ഒരു അംശം മതി ഇതുണ്ടാവാൻ. അപ്പോൾ അപകടം ഏത് സ്ഥലത്തും ഉണ്ടാകാം. ഇതിനേക്കാളും ഭീകര അപകടങ്ങൾ ഉണ്ടാകുന്നു. തീവണ്ടി അപകടങ്ങൾ 2 ഉണ്ടായി ഇവിടെ കേരളത്തിൽ. പെരുമൺ ദുരന്തവും കടലുണ്ടി ദുരന്തവും. എത്ര പേര് മരിച്ചു? അതുകൊണ്ട് തീവണ്ടി പോകണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അതും അപകടം പിടിച്ച സംഭവമാണ്. ബസ്സിൽ എത്ര പേര് മരിക്കുന്നു? ഒന്നിച്ച് ആൾക്കാർ മരിക്കുന്നില്ലേ? അപ്പോൾ അതൊന്നുമല്ല അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ തന്നെ ഇത്ര ഉത്സവം ഉണ്ടാക്കുന്നത് ഓരോ പ്രദേശത്ത് എല്ലാവരും കൂട്ടായ്മ ഉണ്ടാവാനും, അവിടെ ഒരു എല്ലാവരെയും കൂടെ മതത്തിനപ്പുറം ജാതി ചിന്തകൾക്കപ്പുറം മനുഷ്യരെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില പ്രത്യേക മുഹൂർത്തങ്ങളാണ് ഈ ഉത്സവങ്ങൾ. പ്രത്യേകിച്ചും ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലം. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരവും വളർച്ചയൊക്കെ ഉണ്ടാവുന്നത്. ആ ഉത്സവങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന സുരക്ഷാ സന്നാഹങ്ങൾ കൂട്ടുക എന്നുള്ളതെന്ന് പ്രധാനപ്പെട്ടാണ് ഇവിടെ. പക്ഷേ ഈ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വെടിക്കെട്ടിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. കാരണം ഇത് ചൈനയിൽ നിന്ന് ആരംഭിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്ന് പിന്നീട് ഇന്ത്യയിലേക്ക് വന്നതാണ്. അവർ ഈ മിലിറ്ററി സൈനികപരമായിട്ടുള്ള വിജയത്തിനൊക്കെ പണ്ട് കാലത്ത് അവരൊക്കെ. അതേപോലെ പല അമ്പലങ്ങളിലും ഇതേപോലെയുള്ള വെടിക്കെട്ടുകളില്ലേ ഉണ്ടോ?
ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് അറിയാമോ? അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ കയറി ആളുകൾ മരിച്ചതാണ്. അത് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അവിടെ. അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. അന്ന് ഗൗതം ജനിച്ചിട്ടുണ്ടാവില്ല, ശരിയാണോ? അതുകൊണ്ട് ഗൗതം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും നൂറുകണക്കിന് ആൾക്കാർ ചതഞ്ഞരഞ്ഞെടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുവഴി ട്രെയിൻ യാത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോ അപകടങ്ങൾ പല വഴിക്കുണ്ടാവും. അത് വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ് ട്രെയിൻ വരുന്നത് കാണാതെ പരിജനങ്ങൾ. എന്നാൽ രാവിലെ ആയിരുന്നു, നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് പുലർക്കാലത്ത് എക്സിക്യൂട്ടീവ് ട്രെയിൻ, രാവിലത്തെ ട്രെയിൻ വന്ന് ചതഞ്ഞരഞ്ഞ് കയറിപ്പോയത്. അപ്പോൾ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നു, ബസ് അപകടങ്ങൾ ഉണ്ടാകുന്നു, ഇതുപോലെയുള്ള പല അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ ഇത് വളരെ റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേണ്ട എന്ന് വെക്കാൻ വേണമെങ്കിൽ പറ്റും, പക്ഷെ അതൊരു സംസ്കാരത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ രീതികളാണ്, പരമ്പരാഗതമായിട്ട് രീതികളാണ്. നമ്മളെന്തിനാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം, സ്ത്രീകളെ കയറ്റുന്നത് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആചാര ലംഘനമാണ്, ആചാരം നടക്കട്ടെ എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നത്? അത് കാലാകാലമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഉത്സവങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അത് നിൽക്കാനൊന്നും പോണില്ല എന്നുള്ളതാണ് സത്യം. അല്ലെ, തൃശ്ശൂർ പൂരത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല, അതിന്റെ കാർണിവലിന്റെ ഭാഗമാണ് വെടിക്കെട്ട്. ആചാരമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ, ഞാൻ ജനിക്കുന്ന മുതൽക്ക് ഞാൻ പോയി കാണുന്നുണ്ട്. 10ാം വയസ്സിലായിട്ടും പോയി തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ട് ഞാൻ. അന്നുകൊണ്ട് ഇങ്ങോട്ട് മനോഹരമായ വെടിക്കെട്ട്, അത് കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുടമാറ്റും. എന്നിട്ട് ഞാൻ സ്കൂളിൽ ലേഖനം എഴുതി എനിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 9ാം ക്ലാസ്സിൽ ഞാൻ ഇതിൽ ഒരു കാര്യത്തെ, ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രബന്ധം എഴുതണം, ഇത് എഴുതണം, ലേഖനം എഴുതണം. അപ്പം ഞാനൊന്നും എഴുതിയില്ല, എന്നെ പിടിച്ച് പുറത്താക്കി. പുറത്തിരുന്ന് എഴുതിയത് ഞാൻ തലയാഴ്ച പോയിട്ട് കണ്ട തൃശ്ശൂർ പൂരത്തേക്കാണ്. എന്നെ വിളിച്ചു വരുത്തി ക്ലാസ്സിൽ ഏറ്റവും മുന്നിലിരുത്തി എന്നോട് പറഞ്ഞു, ഇവനാണ് മിടുക്കൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന് പ്രത്യേക സമ്മാനം തന്ന മിഠായി ആണെങ്കിലും പക്ഷെ എന്താണെങ്കിലും, പക്ഷെ അതൊരു വലിയ മനസ്സിനുള്ളിൽ എഴുതാനുള്ള പ്രേരണ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ തൃശ്ശൂർ പൂര വെടിക്കെട്ടിനെ കുറിച്ചുള്ള വർണ്ണനയും കൊടകളും അതേപോലെ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുകളിൽ നിന്ന് അങ്ങനെ ആകാശത്ത് നിന്ന് പറന്നിറങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വർണ്ണപ്രപഞ്ചത്തെക്കുറിച്ചാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വെടിക്കെട്ട് ഒരു സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. അത് അന്നായാലും ഇന്നായാലും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരോധിക്കേണ്ടതല്ല, അവിടെ സുരക്ഷാ സന്നാഹങ്ങൾ കൃത്യമായി നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെ വലിയൊരു സംശയം പത്രക്കാരുടെ മേലേക്കും വന്നിരിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിന് പിന്നിൽ മാധ്യമ പ്രവർത്തകരോ? അതീവ സുരക്ഷാ പ്രദേശത്ത് മാധ്യമ പ്രവർത്തകർ എങ്ങനെ കയറി? മാധ്യമ പ്രവർത്തകർ പോയതിന് പിന്നാലെ സ്ഫോടനം, സംശയമുന മാധ്യമ പ്രവർത്തകർക്കു നേരെ. മാത്രമല്ല അവിടെ വിൽസൺ എന്ന് പറയുന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ട ആ തൊഴിലാളി പറയുന്നത്, പെട്ടെന്ന് ഒരു ലെൻസ് പോലെയുള്ള സാധനത്തിലൂടെ പെട്ടെന്ന് ഒരു തീപ്പഴപ്പ് വരുന്നത് കണ്ടു, പിന്നെ വേണ്ടത് പൊട്ടിത്തെറി, ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരത്തിൽ അപകടം ഉണ്ടാക്കി, വെടിക്കെട്ട് അപകടം ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഇതിൽ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നത് എന്താ? സംശയമില്ലാതില്ല, നിലവിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ചെയ്തതാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, കാലം അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതിയൊരു സമയമാണ്. അതേപോലെ എത്രയും ആൾക്കാർ എഴുതിയിട്ടുള്ള, ഇത്രയും ഡേഞ്ചറായ ഒരു പ്രദേശത്ത് മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അനുമതി എടുത്തോ എന്ന് അന്വേഷിക്കണം, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലുകൾ പോലുള്ളവർ. റിമെമ്പർ ദ ഇർവിംഗ് വാലീസ് നോവൽ ദ ഓൾമൈറ്റി വേർ ന്യൂസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ്. ഈ മാധ്യമ പ്രവർത്തകർക്ക് വന്നു പോയപ്പോഴാ പുതുക്കാട് പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് പൂര കത്തി അപകടമുണ്ടായത്. പത്രപ്രവർത്തകർ നേരയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഷുവർലി ബിഹൈൻഡ് ദർ ഈസ് സം ഡൗട്ട്സ് ഫുൾ അജണ്ട. ചന്ദനത്തിരി കത്തിച്ച് ഇട്ടിട്ട് മാമകൾ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് സ്ഫോടനം, പുതിയ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്, ഇതൊക്കെ അന്വേഷിക്കണം CBI കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പോയവരുടെ ഡീറ്റെയിൽ എടുക്കണം. മന്ത്രി വിവാദം ഒഴിവാക്കാൻ ആസൂത്രിത വെടിക്കെട്ട് അപകടം പൂരവും പൊങ്കാലയും ശബരിമലയൊക്കെ ചിലരുടെ കണ്ണിലെ കടാണ്. കഴിഞ്ഞൊരു കൊല്ലം നുമോരമ റിപ്പോർട്ട് ഷൂട്ട് ചെയ്ത് അരമണിക്കൂറിൽ വെടിക്കെട്ട് പുര വടക്കാഞ്ചേരിക്ക് തീപിടിച്ചു എന്ന് പറയുന്ന കുറേ രക്ഷപ്പെട്ട ഒരാൾ ലെൻസ് കേട്ടോ, രക്ഷപ്പെട്ട ഒരാൾ ലെൻസ് എന്നൊക്കെ പറയുകയുണ്ടായി. മീഡിയ അവിടെ വന്നിട്ടുണ്ട്. അവർ ക്യാമറയിലും മറ്റും ലെൻസ് ഉപയോഗിക്കുന്നവരും ആണ്. പഴുതടച്ച അന്വേഷണം വേണം. രക്ഷപ്പെട്ട ആൾ പലപ്പോഴായി ചതിച്ചു എന്ന വാക്ക് ആവർത്തിച്ച എന്തോ ഒരു അപാകത.
സബോട്ടേജ് ആംഗിൾ അന്വേഷിക്കണം. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. 2006 പാടുകാട് ഉണ്ടായ പാറമേക്കാവിന്റെ വെടിക്കെട്ട് അപകടത്തിൽ മുമ്പ് പാറമേക്കാവിലും അപകടം ഉണ്ടായിട്ടുണ്ട്. തിരുവമ്പാടിയിലാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. പത്രക്കാർ വന്ന് തൃശ്ശൂർ പൂരത്തിന്റെ കരാറുകാരനായ വെണ്ണൂർ രാധാകൃഷ്ണനോട് സംസാരിച്ച് ഫോട്ടോ എടുത്ത് തിരിച്ച് പോന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട സാധനങ്ങൾ തീപിടിച്ച് അന്നും ആളുകൾ മരണപ്പെട്ടു. മുമ്പുണ്ടായ ഒരു അപകടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതുപോലുള്ള ഈ മാപ്രകളെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടുതൽ ഹിന്ദു വിരുദ്ധരാണ്. പോട്ടെ, അത് ഒരു അതിനകത്ത് തീവ്രവാദി പ്രയോഗവും ഇതിനകത്ത് വരുന്നുണ്ട്. ആരെങ്കിലും ചതി ചെയ്തെങ്കിൽ അവന്റെ കുടുംബം നശിക്കും. എത്ര കുടുംബത്തിനെയാണ് കണ്ണീരിലാക്കിയത്? നിയമങ്ങൾ ലംഘിച്ച് വെടിപ്പുരയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചത് വലിയ തെറ്റാണ്. ക്യാമറ ലെൻസ് വളരെ അപകടകാരിയാണ്. അത് ചാനലുകാർ വരുത്തി വെച്ച അപകടമാണ്. ചാനൽ ലൈറ്റുകൾ വെടിമരുന്നിന്റെ ചൂട് കൂട്ടി കത്താൻ കാരണമായി. മുൻപ് പാറമേക്കാവിന്റെ വെടിക്കോപ്പ് പുര കത്തിയത് ചാനൽ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ്. അട്ടിമറിയും തള്ളിക്കളയാൻ പറ്റില്ല. കുറെ നാളുകളെ പൂരം ചിലർക്ക് സൂചിക്കുന്നില്ല. ക്ഷേത്രാചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഇവരുടെ ലക്ഷ്യം ഇതൊക്കെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, നശിപ്പിക്കണം എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാനും വീഡിയോ എടുക്കാനുമുള്ള അനുമതി ആർക്കും കൊടുക്കരുത് തുടങ്ങിയിട്ടുള്ള കമന്റുകൾ, 100 കണക്കിന് കമന്റുകളാണ് ഇത് വന്നിരിക്കുന്നത്. പിണുവിന്റെ മകൻ അമ്പലത്തിൽ കയറിയത് മറക്കേണ്ട, അത് മറക്കാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയെന്ന് പറയുന്ന ആരോപണമുണ്ട്. അപ്പം ഈ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാനോ നിരോധിക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അത് നമ്മളിതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അത് നിരോധിക്കാൻ പോണില്ല. അത് കാലാകാലമായി നമ്മൾ ജനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ബിസിനസ് എല്ലാത്തിലും നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിരോധിക്കില്ല. ബിസിനസ്സിൽ നടക്കാത്ത എന്താ ഉള്ളത്? പടക്കം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ട്രെയിനുമായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞല്ലോ. ഇപ്പൊ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, യാത്രക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. വെടിക്കെട്ട് എന്താണ്, മനുഷ്യൻ എന്ത് പ്രയോജനമാണ് വെടിക്കെട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ല, നമ്മുടെ ജീവിതത്തിന്റെ താൽക്കാലികത്തേക്കുള്ള ഒരു ഒച്ചപ്പാട് ബഹളം എന്നതിനല്ല. നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ അമ്പലത്തിന് എന്തിനാ പോണ്? വീട്ടിലൊരു അമ്പലം ഉണ്ടാക്കി അവിടെ നിന്ന് പിരിച്ചപ്പരേ എന്തിനാ അമ്പലത്തിൽ പോണ്ട ആവശ്യമുണ്ടോ? ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണല്ലോ ഹിന്ദു ആചാരപ്രകാരം പറയുന്നത്. സർവചരാചരങ്ങളിലും എന്തുണ്ട്? ദൈവമുണ്ട് അല്ലേ? ഗൗതമന്റെ മനസ്സിൽ ദൈവല്ലേ? പിന്നെ ഇതിനാ ദൈവത്തെ വേറെ നമ്മുടെ നാരായണ ഗുരു അടക്കമുള്ള ആളുകള് വെടിക്കെട്ടിനെതിരെ, കരിമരുന്നിനെതിരെ പറഞ്ഞ ഒരാളാണ്. നാരായണ ഗുരുവായി അഭിനയിച്ചിട്ടുള്ള ഗൗതമനെ സംബന്ധിച്ച് നാരായണ ഗുരു സന്നിവേശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷെ ഇതൊന്നും മാറ്റപ്പെട്ടില്ല, ഇതൊന്നും മാറ്റപ്പെടാനും പോകുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം അതാണ്. നമ്മൾ കാലാകാലങ്ങളെ പൈതൃകമായി കാത്തുസൂക്ഷിച്ച സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു അമ്പലത്തിൽ, പള്ളികളിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വെടിക്കെട്ടൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ സുരക്ഷാ സന്നാഹങ്ങൾ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ അവിടെ ഒരു പൂരം കലക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു. ആ കലക്കാൻ ശ്രമം നടന്നിട്ട് ഒരാളെ ആംബുലൻസിൽ കൊണ്ടുവന്നിരുന്നു. തീരെ സുഖമില്ലാതെ ആളെ കടന്ന ഒരാളെ ആംബുലൻസിൽ കൊണ്ടുവന്ന ചരിത്രം കൂടി കേരളത്തിനുണ്ട്. എന്നിട്ട് വോട്ട് അട്ടിമറി നേടി വിജയിച്ച ചരിത്രമുണ്ട്. അപ്പൊ പൂരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ വർഷമേ ഉള്ളത്, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? അത് നമ്മളെ രേഖകളിലുള്ളതാണ്. സാക്ഷാൽ സുരേഷ് ഗോപിയാണ്. അപ്പൊ ആ സുരേഷ് ഗോപി അങ്ങനെയാണ് ജയിച്ചത് എന്നുള്ള ചരിത്രം നമ്മളെ മുന്നിലുള്ളപ്പോൾ ഇതുപോലെ പല അട്ടിമറികളും നമ്മുടെ മുന്നിൽ, പലതും മറയ്ക്കാനും. ഇപ്പൊ ഏറ്റവും നല്ലത് തൃശ്ശൂർ പൂരമാണ് വരുന്നത്. ഇവിടെ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സകലതും മറയ്ക്കും. നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനില്ല. മുമ്പ് മന്ത്രി വീണ ജോർജിനെ കാണാൻ വേണ്ടിയിട്ട് കഴുത്തൊളുക്കി കഥയുണ്ടാക്കിയപ്പം അവിടെ എത്തിയ ആളാണ് പിണറായി. നമുക്കറിയാം, ഒരു അപകടം ഉണ്ടായി ഇവിടെ ഈ അടുത്ത കാലത്ത് വാൽപ്പാറയിൽ 10 പേര് മരിച്ചു. അവിടുത്തെ 10,000-ങ്ങളാണ് കൂടിയത്. പക്ഷെ വരണ്ട ആള് ആരാണ്? പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് ഇപ്പോൾ ഇതാ കേരളത്തെ കംപ്ലീറ്റ് ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ച് പ്രധാനമന്ത്രി ഇന്നലെ തന്നെ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. 50,000 രൂപ പരിക്കേറ്റവർക്ക്, മരിച്ചവർക്ക് 2 ലക്ഷം. ഇന്ന് 14 ലക്ഷം രൂപ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവർക്ക്. 2 ലക്ഷം രൂപ അപകടം പറ്റിയവർക്ക്. അതുകൊണ്ടായില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയെ കാണാൻ, കഴുത്തൊളിക്കിയ മന്ത്രിയെ കാണാൻ ഹെലികോപ്റ്ററിലെത്തി പറഞ്ഞെത്തി അത് ആക്രമിച്ചാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി സ്വന്തം നാട്ടിൽ ഒരാൾ മരിച്ചിട്ട് പോലും അവിടെ തിരിഞ്ഞു നോക്കിയില്ല. ആത്മഹത്യ ചെയ്തിട്ട് കൊല്ലപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു നിതിൻ രാജ്. ഇതാണ് നാടിന്റെ സ്ഥിതി. അപ്പം ഇവിടെ നടക്കുന്നത് ഇതൊരു അട്ടിമറിയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാന വിൽസന്റെ സംഭാഷണം മനസ്സിലായിട്ടുള്ളത്. വിൽസൺ പറഞ്ഞത് ഒരു ലെൻസിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട്. ലെൻസ് എന്ന് വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് കുട്ടിപ്രായത്തൊക്കെ നമ്മൾ കണ്ണാടി ഉപയോഗിച്ച് ദൂരെയുള്ള കടലാസൊക്കെ കത്തിക്കുന്ന പരിപാടി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിൾ അല്ലേ? ദൂരെ നിന്നുകൊണ്ട്
ലെൻസ് ഉപയോഗിച്ച്, കണ്ണാടി ഉപയോഗിച്ചോ ലെൻസ് ഉപയോഗിച്ചോ ഇവിടെ ഏതെങ്കിലും തിരിക്ക് തീ പിടിച്ചാൽ പോരെ? അപ്പൊ ഇത് അപകടമല്ല, ഇത് അട്ടിമറിയാണ്. അപ്പൊ അവിടെ ഫയർ സർവീസോ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇത്രയും വലിയൊരു കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ഉത്സവത്തിന് അവിടെ നിർബന്ധമായിട്ട് മുമ്പ് വെടിക്കെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ എന്ത് സുരക്ഷാ സന്നാഹമാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ പത്രക്കാർക്ക് എന്ത് അടിസ്ഥാനമാണ് അവിടെ വരേണ്ടത്? അവർ ലെൻസ് ഉപയോഗിക്കുമ്പോൾ, ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ അത് തീയായിട്ട് മാറാൻ പറ്റില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പത്രക്കാർ വന്നു എന്ന് പറയുന്നത് കുറ്റകരമായിട്ടൊന്നും കാണും. ഇത്തരം സ്ഥലത്ത് വന്നത് വഴി അപകടം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇത് അട്ടിമറിയാണ് എന്നുള്ള കാര്യം സംശയം. എന്തോ മറയ്ക്കാൻ വേണ്ടി സ്ട്രോങ് റൂം വിവാദമാണോ, അതല്ലെങ്കിൽ തോൽവിയാണോ, അതല്ല മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ വന്നിട്ട് അത് വലിയ വാർത്തയായി വരുന്നത് തടയാനാണോ, അതിൻ്റെ ശ്രദ്ധയെല്ലാം മാറ്റി ഇതിലേക്ക് കൊണ്ടുവരാനോ? എന്തായാലും ഇത് ആസൂത്രിതമായ ഒരു ഇതാണ്. അല്ലാതെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് സാധാരണ പടകം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നിരോധിക്കല്ല ചെയ്യേണ്ടത്. എന്തായാലും കേരളത്തിന്റെ അഭിമാനവും അന്തസ്സൊക്കെയാണ് തൃശ്ശൂർ പൂരം. അതിനെ അട്ടിമറിക്കാനായിട്ട് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ടോ? അതായത് മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ അത്രയും ജനങ്ങൾ ഒത്തുകൂടുന്നൊരു ഇതാണ്. അപ്പം അത് ചിലർക്കൊക്കെ വലിയ കണ്ണുകടി ആവുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അല്ല, പലതും ആകാം. നമ്മൾ ചെറുതായി ഒന്നും കാണണ്ട. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില നമ്മൾ ഇതിലൊന്നും അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും പിണറായി വിജയൻ അമേരിക്കയിൽ പോയാൽ അവിടെ പ്രളയം ഉണ്ടാവുന്നു, അഗ്നിപർവ്വതം പൊട്ടുന്നു ഒക്കെ പറയാറുണ്ട്. അങ്ങേര് ദുബായിൽ പോയിട്ടപ്പോൾ പ്രളയം ഉണ്ടായി എന്ന് പറയുന്നത്. ഇവിടെ തന്നെ വലിയ പ്രളയം ഉണ്ടായത് പിണറായി വിജയന്റെ കാലത്താണ്. അപ്പം മകൻ ഗുരുവായൂർ വന്നപ്പോൾ തന്നെ ഇവിടെ എന്തുണ്ടായി? വെടിക്കെട്ട് അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അന്ധവിശ്വാസങ്ങളായിരിക്കാം, നമ്മൾ അതിലേക്ക് പോണ്ട. പക്ഷെ ഇവിടെ എന്തോ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ആരോ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് നടത്തിയൊരു അപകടമാണെന്ന് വിൽസന്റെ വാക്കുകൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ ലെൻസിൽ നിന്ന് അപ്പോൾ തീ ഉണ്ടായി? ലെൻസ് തീയണ വേറെ എവിടുന്നോ സൂര്യപ്രകാശത്തെ തിരിച്ച് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അവിടെ വെളിച്ചം വന്നിട്ടാണല്ലോ അല്ലെ തീ ഉണ്ടാവുന്നത്. നിലവിലിപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് വെടിക്കെട്ട്. അതാണ് ഞാൻ ആദ്യം അതിലേക്ക് നിരോധിക്കണം. അത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എവിടെയായാലും വെടിക്കെട്ട് നിരോധിക്കണം. അത് ജനത്തിന് ഒരു ഉപകാരവും നൽകുന്നില്ല എന്നുള്ളതാണ്. പകരം മേളമാകാം, ആസ്വാദ്യമാണ് കേൾക്കാൻ, കുടമാറ്റമാകാം, കാണാൻ രസമാണ്. വെടിക്കെട്ട് അവിടെ അടുത്തുള്ള തേക്കിൻകാട് മൈതാനത്ത് അടുത്തുള്ള അവിടെയുള്ള പ്രകൃതിയിലുള്ള പക്ഷികളടക്കം പേടിച്ചിട്ട് പായിയാണ് ഈ വെടിക്കെട്ട് കേൾക്കുമ്പോൾ. അതായത് ഗൗതം ഒരു ശ്രീനാരായണ ഗുരുവായിട്ടൊക്കെ അഭിനയിച്ച് ആ ശ്രീനാരായണ ഗുരുവിനെ സന്നിവേശിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെ സ്വാത്വികമായ ചിന്താഗതികളൊക്കെ വരികയാണ്. ഇതൊരു നമ്മുടെ പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെ കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ രീതികൾ മാറ്റാൻ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും കഴിയുന്നതല്ല. ഇത് ഒരു അമ്പലത്തിൻ്റെയോ 100 അമ്പലത്തിൻ്റെയോ 1000 അമ്പലങ്ങളുടെയോ അല്ല. ലക്ഷക്കണക്കിന് അമ്പലങ്ങൾ കേരളത്തിലും പുറത്തുമുണ്ട്, പള്ളികൾ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗം മാത്രമാണ്. അത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾക്കറിയാം അത് ഇങ്ങനെ ഒരു ഗുണമില്ലാത്ത സാധനമാണ്, വെറുതെ ഒരു ദോഷമുള്ളതാണ്, പ്രകൃതിയിൽ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടാക്കുന്നതൊക്കെ അറിയാം. ആരുണ്ട് കേൾക്കാൻ? ഇത് ഏതെങ്കിലും കാലത്ത് ഒരു ഭരണാധികാരി നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഒരിക്കലും അല്ല. പിന്നെ സുരക്ഷാ സന്നാഹം കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഒരു സുരക്ഷാ സന്നാഹം ഉണ്ടായിട്ടില്ല, മാത്രമല്ല ഇവിടെ അട്ടിമറിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവിടെ